എല്ലാവർക്കും നമസ്തേ. നമ്മുടെ രാജ്യം അതിപ്രധാനമായ ചില ബില്ലുകൾ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് പാസ്സാക്കുന്നതിനായുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. അതുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകൾ നടക്കേണ്ട വേദിയാണ് പാർലമെൻറ്റ് സമ്മേളനങ്ങൾ. അങ്ങനെ പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ നമ്മുടെ ഒരു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹം നടത്തുന്ന ചില പ്രകടനങ്ങൾ സത്യത്തിൽ നമ്മുടെ ജനാധിപത്യത്തെ തന്നെയല്ല, രാജ്യത്തെ തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ പരീക്ഷാ ക്രമക്കേടുകൾ നിയന്ത്രിക്കുന്നതിനുള്ള ബില്ല് കൊണ്ടുവന്ന് അതിൻ്റെ ചർച്ച നടക്കുന്ന സമയത്ത് ഇയാൾ അവിടെ നടത്തിയ പ്രകടനത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾക്ക് കാര്യം മനസ്സിലാകും. എത്രമാത്രം വിവരദൂഷിയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇത്രയും പേരിരിക്കുന്ന 550-ലേറെ ആൾക്കാരിരിക്കുന്ന ഈ പാർലമെൻറ്റ് ഹാളിൽ ഇയാളുടെ മൈക്ക് ഓഫ് ചെയ്തു എന്നും പറഞ്ഞ് ഇയാൾ കള്ളത്തരം പറഞ്ഞ് കിടന്ന് ബഹളം വെക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെ ഒന്നും എല്ലാത്തിൻ്റെയും സ്വിച്ചുകളൊന്നും സ്പീക്കറുടെ അടുത്ത് അല്ലെന്നുണ്ട് സഭ നിയന്ത്രിക്കുന്ന ആളുടെ അടുത്തില്ല എന്ന് നമ്മൾക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് ഇയാൾ പറയുന്നു ഇയാളുടെ മാത്രം മൈക്ക് ഓഫ് ചെയ്തു എന്നും പറഞ്ഞ് കിടന്ന് ബഹളം വയ്ക്കുകയാണ്. സ്പീക്കർ പലവട്ടം പറയുന്നത് നിങ്ങളുടെ മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല, നിങ്ങൾ പറയുന്നത് എല്ലാവർക്കും കേൾക്കാം, ഓഫ് ചെയ്തിട്ട് ഇയാൾ സമ്മതിക്കത്തില്ല. ഇയാളുടെ മൈക്ക് ഓഫ് ചെയ്തു, അതിൻ്റെ പേരിൽ കിടന്ന് ബഹളം. എന്താണ് ഇയാളുടെ ഈ ഉദ്ദേശം? അല്പമെങ്കിലും മാന്യത കാണിക്കണ്ടേ? മാന്യത ഇല്ലാത്ത ആളാണെങ്കിലും ഇരിക്കുന്ന വേദിയുടെ ആ ഒരു പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് അല്പമെങ്കിലും മാന്യമായി പെരുമാറാനല്ലേ ഈ വിദ്വാൻ ശ്രമിക്കേണ്ടത്? ഇയാളെ പപ്പു പപ്പു എന്ന് ആളുകൾ വിളിക്കുന്നതിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയുകയില്ല. ഇതേപോലുള്ള സ്വഭാവമാണ്. പപ്പു എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ ഇഡിയറ്റ് എന്ന് പറയുന്ന അതിന് എൻ്റെ ഒരു ഹിന്ദി അർത്ഥമാണ് പപ്പു എന്ന് പറയുന്നത്. അതാണ് ഇയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവരെ ഇഡിയറ്റ് എന്ന് വിളിച്ചപ്പോൾ ആരാണ് ഇഡിയറ്റ് എന്നുള്ള കാര്യം നമ്മൾ ഇയാളുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. നമ്മളെല്ലാം മൊത്തത്തിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ തികച്ചും ഒരു നിഷേധിയായിട്ടുള്ള വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും. നമുക്കിഷ്ടമുള്ള ഏത് വസ്ത്രം നമ്മൾക്ക് ധരിക്കാം. അത് നമ്മളുടെ സ്വാതന്ത്ര്യമാണ്, നമ്മളുടെ അവകാശമാണ്. പക്ഷെ പാർലമെൻറ്റ് പോലുള്ള ഒരു വേദിയിൽ എല്ലാവരും വരുമ്പോൾ അവരണിഞ്ഞിരിക്കുന്നത് പോലെയെങ്കിലും ഉള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വരാതെ തികച്ചും ഒരു കൗബോയുടെ കൂട്ട് ശരീരത്തെ നെഞ്ചത്തെ മസിലും കയ്യിലെ മസിലും ഒക്കെ കാണിക്കുന്ന രീതിയിലൊരു ടീഷർട്ടും ഒക്കെ അങ്ങോട്ട് ഇട്ട്, ഇറുകിയ ടീഷർട്ടും ഒക്കെ ഇട്ട് അവിടെ ഒന്ന് മസിൽ പിടിച്ച് നിന്നുള്ള ആ പ്രകടനം, അതയാളുടെ സ്വാതന്ത്ര്യം. അത് നമ്മൾക്ക് പോട്ടെ എന്ന് വെക്കാം. പക്ഷേ അയാൾ ഈ പെരുമാറുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു സ്വാഭിമാനത്തിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനമല്ലേ കാണിക്കുന്നത്? ബില്ലുകൾ കൊണ്ടുവരട്ടെ എന്ന് അനുവദിക്കുക, അങ്ങനെ സർക്കാർ ബില്ല് കൊണ്ടുവന്ന് അതിന്മേൽ ചർച്ച നടത്തട്ടെ. ചർച്ചയിൽ ഇവരുടെ പ്രതിപക്ഷങ്ങളുടെ ബില്ലിനോടുള്ള തങ്ങളുടെ എതിർപ്പുകൾ അവിടെ പ്രകടിപ്പിക്കേണ്ടതിന് പകരം പാർലമെൻറ്റ് സമ്മേളനം സ്ഥിരം അലങ്കോലപ്പെടുത്തുന്ന നടപടികളാണ് ഇയാൾ തന്നെയല്ല, ഇയാളെ കുരങ്ങ് കളിപ്പിക്കുന്ന ഇയാളുടെ പാർട്ടിയുടെ നേതാക്കളും എല്ലാം ചെയ്യുന്നത്. വേറൊരു വിദ്വാനുണ്ട്, ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ തന്നെ ഒരു നേതാവ്, അവർ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജുൻ ഖർഗെ. അയാളെന്താണ് ഈ രാജ്യസഭയിൽ കിടന്ന് കാണിക്കുന്നത്? എന്തൊക്കെയാണ് അയാൾ വിളിച്ചു പറയുന്നത്? വായി വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന രീതിയിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, ഇല്ലാത്ത ആരോപണങ്ങൾ പറയുന്നു. ഈ
കഴിഞ്ഞ ദിവസം അയാൾ പറഞ്ഞു മനുസ്മൃതി പഠിപ്പിക്കുന്നു ഈ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെന്ന്. എവിടെയാണ് മനുസ്മൃതി പഠിപ്പിക്കുന്നതെന്ന് ഇയാൾ ആ തെളിവെങ്കിലും ഒന്നും കൊണ്ട് കാണിക്കണ്ടേ? ഈ ഖർഗെ പറഞ്ഞതാണ് മനുസ്മൃതി പഠിപ്പിക്കുന്നു, എന്നിട്ട് അവസാനം അതിന് തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞ് സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന, രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരിത് വന്നപ്പോൾ ഇയാൾ അവസാനം പറഞ്ഞ എന്തുവാ, ബനാറസ് യൂണിവേഴ്സിറ്റിയുടെയോ ഏതാണ്ടിൻ്റെ ലൈബ്രറിയോ മറ്റോ മനുസ്മൃതി മറ്റോ ഉണ്ട്, അതെടുത്ത് പറയുന്നു അവിടെ ഉണ്ട് ഈ സാധനം എന്ന്, ഈ പുസ്തകം. ഈ ഏതൊരു യൂണിവേഴ്സിറ്റിയുടെയും ലൈബ്രറികളിൽ ഇതേപോലുള്ള ലോകത്തുള്ള വിവിധ ഭാഗങ്ങളിലുള്ള പുസ്തകങ്ങളെല്ലാം ഉണ്ട്. അതിലെന്താണ് തെറ്റ്? എല്ലാത്തെക്കുറിച്ച്, എല്ലാ പുസ്തകങ്ങളെക്കുറിച്ചും എല്ലാ സാഹിത്യങ്ങളെക്കുറിച്ചും എല്ലാവരും പഠിക്കണം, എങ്കിൽ മാത്രമേ ആ വിദ്യാഭ്യാസം കൊണ്ട് പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് നമ്മൾക്കേവർക്കും അറിയാവുന്നതാണ്. അതിനുവേണ്ടിയാണ് ലൈബ്രറികളിൽ ഇത്തരം എല്ലാ തരം പുസ്തകങ്ങളും സൂക്ഷിക്കാറുള്ളത്. അതിന് ഇയാൾ പറയുന്നു അത് പഠിപ്പിക്കുന്നു. എവിടെയാണ് പഠിപ്പിക്കുന്നത്? അഥവാ മനുസ്മൃതി പഠിപ്പിച്ചാൽ തന്നെ അതിലെന്താണ് തെറ്റ്? അതിനകത്തിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഈ വ്യക്തമായി പറയാനും ഇവരൊക്കെ തയ്യാറാകണം. ഇവരൊക്കെ ഇതിനെല്ലാം വളച്ചൊടിച്ച്, മനുസ്മൃതിക്ക് ഉള്ളിലുള്ളതിനെ തന്നെ വളച്ചൊടിച്ച് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് നടക്കുന്ന കൂട്ടരാണ് ഈ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റുകളായാലും എല്ലാവരും. അത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എങ്കിൽ തന്നെയും കുറച്ചെങ്കിലും കമ്മ്യൂണിസ്റ്റുകളുടെ സ്വഭാവം നമുക്കറിയാം. അവർ ഈ രാജ്യത്തിനെ തന്നെ കുട്ടിച്ചോറാക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. കോൺഗ്രസ് ഇപ്പോൾ ആ വഴിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സോണിയാഗാന്ധി എന്ന് ഈ കോൺഗ്രസിൻ്റെ ഭരണത്തിലേറിയോ അവരുടെ നിയന്ത്രണത്തിലായോ അന്നു മുതൽ ഈ രാജ്യത്തെ ഏതൊക്കെ രീതിയിൽ തകർക്കാം എന്നുള്ള ഗവേഷണം നടത്തുന്ന കൂട്ടരായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ. അതിന് മുമ്പും അത്ര മോശമൊന്നും അല്ലായിരുന്നു കോൺഗ്രസിൻ്റെ പ്രവർത്തനം. എങ്കിൽ തന്നെ അതിന് കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുന്നത് സോണിയാഗാന്ധിയുടെയും രാഹുലിൻ്റെയൊക്കെ നിയന്ത്രണത്തിൽ കോൺഗ്രസ് എത്തിയതോടുകൂടിയാണ് എന്ന് നമ്മൾക്ക് നിസ്സംശയം പറയാൻ കഴിയും. എല്ലാ തരത്തിലും അവർ രാജ്യത്തിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. അത് അജ്മൽ കസബിനെ ഉപയോഗിച്ച് ഇവിടെ തീവ്രവാദ ആക്രമണം നടത്തിയ സംഭവം ഉൾപ്പെടെയുള്ള കാര്യം നമ്മളുടെ മുന്നിൽ ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാറ്റകൾ, അതായത് കൂറകളുടെ സമരം, വെറും കൂറകളാണ് അതുങ്ങളെന്ന് അവർ പേരിൽ നിന്ന് തന്നെ അവർ സ്വയം തന്നെ അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവർക്ക് തന്നെ ഇട്ടിരിക്കുന്ന പേരാണ് കൂറ എന്നുള്ളത്. അവരിൽ കൂടി രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ ചെന്ന് നിന്ന് അവർക്ക് വേണ്ട ഊർജം പകർന്നു കൊടുത്ത വ്യക്തിയാണ് ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ. എന്നിട്ട് അയാളൊരു ഒരു കാര്യം പറയുന്നു, അവർക്ക് ഈ കൂറുകൾക്ക് നേരെ, ഈ അക്രമം നടത്തിയ വിദ്വാൻമാർക്ക് നേരെ പെല്ലറ്റ് പ്രയോഗിച്ചു പോലീസ്. അത് അമിത്ഷായാണ് അതിന് ഉത്തരവിട്ടതെന്ന്. ഇയാൾ ഈ പറയുന്നതിന് മുമ്പ് അമിത്ഷാ അങ്ങനെ ഉത്തരവിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് ഹാജരാക്കണ്ടേ? അതിന് തയ്യാറല്ല. തെളിവ് ഹാജരാക്കാൻ പറഞ്ഞാൽ അതിന് തയ്യാറല്ല. അതിന് പകരം വായി വരുന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുക. എന്താണ് പറയുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ. പലതും സംസാരിക്കാൻ എഴുതിക്കൊണ്ടുവരും, അല്ലെ തയ്യാറാക്കിക്കൊണ്ടുവരും. ആശാൻ അവിടെ വന്നു കഴിയുമ്പോൾ അതങ്ങ് മറന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. ഇത് ആളുകളെ അധിക്ഷേപിക്കും, രാജ്യത്തെ അധിക്ഷേപിക്കും, ഭരണഘടനാ സ്ഥാപനങ്ങളെ അധിക്ഷേപിക്കും, ഭരണഘടനാ പദവികളെ തന്നെ അധിക്ഷേപിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് ഈ രാഹുൽ ഗാന്ധി നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഒരു MP ആകാൻ, ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ പോലും യോഗ്യതയില്ലാത്ത ഈ വിദ്വാനെ ലോക്സഭാ പ്രതിപക്ഷ നേതാവാക്കിയതിൻ്റെ ആ ഒരു ഫലം രാജ്യം ദോഷഫലം രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു പ്രതിപക്ഷ നേതാവ് പറയുന്നത് ലോകം മൊത്തം ശ്രദ്ധിക്കും.
അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്വയം നിയന്ത്രിച്ച് മാന്യമായി സംസാരിക്കേണ്ടതിന് പകരം തികച്ചും മാന്യത കെട്ട് മൂന്നാം കിടക്കാരുടെ കൂട്ടുള്ള പ്രസംഗവും പെരുമാറ്റവുമായിട്ട് നമ്മുടെ പാർലമെൻറ്റിനെയും രാജ്യത്തെയും എല്ലാം അധിക്ഷേപിക്കുന്ന നടപടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അയാളെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. അയാൾ വളർന്നു വന്ന സാഹചര്യം അതായതുകൊണ്ട് അയാൾ അങ്ങനെ പെരുമാറൂ എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഇരിക്കും ഉള്ള സാഹചര്യത്തിൽ അയാളെ നിയന്ത്രിക്കേണ്ടവർ തന്നെ അയാൾക്ക് ഇതേപോലുള്ള തോന്നിവാസത്തിനെല്ലാം വളം വെച്ചു കൊടുക്കുന്ന സമീപനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തിനൊട്ടും ശരിയല്ല. രാഹുൽ ഗാന്ധി അദ്ദേഹം ഇരിക്കുന്ന ആ പദവിയുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ. അതിനുള്ള പക്വതയായില്ല എന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ മറ്റുള്ളവർ തയ്യാറാകണം. അയാളുടെ പാർട്ടിക്കാരാണെങ്കിലും തയ്യാറാകണം, അയാളെ തിരുത്താൻ ശ്രമിക്കണം. അതിനു പകരം എരിവും പുളിവും കൂട്ടിക്കൊടുത്തുകൊണ്ട് നമ്മുടെ പാർലമെൻറ്റിനെ അവഹേളിക്കുകയാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ പാർലമെൻറ്റ് സമ്മേളനങ്ങളിൽ ഇയാൾ ഒരു പുസ്തകം പൊക്കി പിടിച്ചുകൊണ്ടായിരുന്നു നടക്കുന്നത്. ഭരണഘടന എന്നും പറഞ്ഞു. അതിനകത്തിൽ എന്താണെന്ന് പോലും ആർക്കറിയാം. പുറംചട്ടയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് അത് നമ്മൾ കണ്ടു. പക്ഷേ അതിനകത്തിൽ എന്താണെന്ന് പോലും നമുക്ക് അറിയത്തില്ല. ഇതേപോലെ ഒരെണ്ണം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഇതും കൊണ്ട് പൊക്കിക്കൊണ്ട് നടക്കുന്നതല്ലാതെ ആ ഭരണഘടനയ്ക്കുള്ളിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് പോലും അറിയാത്ത വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. ഇതൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുമ്പോൾ ഇതൊന്ന് വായിച്ച് നോക്കാനെങ്കിലും താല്പര്യം കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും പൊക്കിക്കൊണ്ട് നടക്കരുത്. ഈ ഭരണഘടനയ്ക്കകത്തിൽ പാർലമെൻറ്റ് ഇങ്ങനെ അലങ്കോലപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ ഭരണഘടനയ്ക്കകത്തിൽ ഭരണഘടനാ പദവിയിലിരിക്കുന്നവരെ അധിക്ഷേപിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ ഭരണഘടനയ്ക്കകത്തിൽ നമ്മുടെ രാജ്യത്തെ വിദേശ രാജ്യങ്ങളിൽ പോയി മോശമായിട്ട് ചിത്രീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് ആദ്യം അയാൾ മനസ്സിലാക്കണം. അപ്പോൾ അയാളുടെ കയ്യിലിരിക്കുന്നത്, അയാൾ പൊക്കിക്കൊണ്ട് നടക്കുന്നത് ഭരണഘടന അല്ലെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക. രാജ്യത്തെ അധിക്ഷേപിക്കുന്ന കാര്യങ്ങളും അത് ഭരണഘടനാ പദവിയിലിരിക്കുന്നവരെ മോശപ്പെടുത്തുന്ന കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കി കൊണ്ട് നടക്കുന്ന ഒരു പുസ്തകമാണ് അയാൾ ഭരണഘടന എന്നും പറഞ്ഞ് പൊക്കി കാണിക്കുന്നത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതേപോലുള്ള ഒരു പ്രവൃത്തി ഇതേ പദവിയിലിരിക്കുന്ന ഒരാളിൽ നിന്നും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കുക. ഇനിയെങ്കിലും ഇത് നിർത്തുക എന്ന് മാത്രമാണ് ഈ രാഹുലിനോട് പറയാനുള്ളത്. കുറേയേറെ ഈ രാജ്യം സഹിച്ചു. രാജ്യത്തെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ഈ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്, ഈ പ്രവൃത്തികൾ കൊണ്ട് തന്നെയാണ് ഇയാൾക്ക് ഈ പ്രധാനമന്ത്രി പദം കിട്ടാക്കനിയായി ഈ അവശേഷിക്കുന്നത് എന്നുള്ള കാര്യം ഇയാൾ മനസ്സിലാക്കിയില്ലെങ്കിലും ഇയാളുടെ പാർട്ടിക്കാരെങ്കിലും അത് മനസ്സിലാക്കി ഇയാളെ തിരുത്താൻ ശ്രമിച്ചാൽ ആ പാർട്ടിക്ക് നല്ലത് എന്ന് മാത്രമാണ് നമ്മൾക്ക് പറയാൻ കഴിയുക. ഇത്തരം പ്രവൃത്തിയും സ്വഭാവവുമായി മുന്നോട്ട് പോകുന്നിടത്തോളം കാലം രാഹുൽ ഗാന്ധി ഈ ഇന്ത്യയുടെ ഈ പ്രധാനമന്ത്രി പദം സ്വപ്നം കാണേണ്ടതില്ല എന്ന് മാത്രമാണ് നമ്മൾക്കൊക്കെ ഇദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത്. അല്ലാതെ നമ്മൾ വിചാരിച്ചാൽ ഇയാളെ തിരുത്താൻ കഴിയും. എങ്ങനെയാണ്? വരുന്ന തെരഞ്ഞെടുപ്പ് നമ്മളാണ് വിധികർത്താക്കൾ. ഇയാൾ മത്സരിക്കുന്നിടത്ത് ജനങ്ങൾ ഇയാളെ ഒരു പാഠം പഠിപ്പിച്ചാൽ മാത്രമേ അല്പമെങ്കിലും ഇയാളുടെ സ്വഭാവത്തിൽ മാറ്റം വരികയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതനുസരിച്ചുള്ള മറുപടിയാണ് ഇയാൾക്ക് ബാലറ്റിൽ കൂടി ജനങ്ങൾ നൽകേണ്ടത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്കായി നിങ്ങൾ സഹായിക്കുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ഒപ്പം തന്നെ ഇത് ലൈക്ക് ചെയ്യുകയും ഇതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായി നിങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക.